ഞാൻ എന്തിന് വിവാഹം കഴിക്കണം? ആ പെൺകുട്ടി തൻ്റെ പിതാവിനോട് ചോദിച്ച ചോദ്യം അതായിരുന്നു. ആ പെൺകുട്ടിക്ക് വിവാഹപ്രായം എത്തിയ സമയത്ത് അവളുടെ പിതാവ് അവൾക്ക് വിവാഹാലോചനകൾ നടത്തി. അപ്പോൾ അവൾ തൻ്റെ പിതാവിനോട് പറഞ്ഞു, ഉപ്പ എൻ്റെ പഠനം എനിക്ക് പൂർത്തീകരിക്കണം, അതിനുശേഷം ഉപ്പ എനിക്ക് വിവാഹാലോചനകൾ നടത്തിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ ആഗ്രഹം പരിഗണിച്ചുകൊണ്ട് ആ പിതാവ് പറഞ്ഞു, ശരി മോളെ, മോളുടെ പഠനം മോൾ പൂർത്തീകരിക്കൂ. അങ്ങനെ അവളുടെ പഠനം പൂർത്തീകരിച്ചതിന് ശേഷം ആ പെൺകുട്ടി തൻ്റെ പിതാവിനോട് പറഞ്ഞു, ഉപ്പ എനിക്കൊരു ജോലി ലഭിച്ചതിന് ശേഷം നമുക്ക് വിവാഹത്തെപ്പറ്റി ചിന്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പ അതിന് സമ്മതിച്ചു കൊടുത്തു. അങ്ങനെ അവൾക്കൊരു ജോലി ലഭിച്ചതിന് ശേഷം ആ പെൺകുട്ടി പിന്നീട് വന്നുകൊണ്ട് ഉപ്പയോട് ചോദിക്കുന്നത്, ഉപ്പ എനിക്കിപ്പോൾ ഒരു ജോലിയുണ്ട്, എനിക്കൊരു മാന്യമായ വരുമാനം ലഭിക്കുന്നുണ്ട്, ഞാൻ പിന്നെ എന്തിന് വിവാഹം കഴിക്കണം? ഞാൻ പിന്നെ എന്തിന് വിവാഹം കഴിച്ചു മറ്റൊരുത്തൻ്റെ വീട്ടിലേക്ക് ചെല്ലണം? മറ്റൊരുത്തൻ്റെ വീട്ടിലെ പാത്രങ്ങൾ ഞാൻ എന്തിന് കഴുകണം ഉപ്പ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്നാണ് ആ പെൺകുട്ടി തൻ്റെ ഉപ്പയോട് പറഞ്ഞത്. ഇത് ഒരു പെൺകുട്ടിയുടെ മാത്രം കഥയല്ല. ഇത്തരത്തിലുള്ള ധാരാളം പെൺകുട്ടികൾ നമ്മൾക്കിടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ചിന്തിക്കുന്നത്, എനിക്കിപ്പോൾ ഒരു ജോലിയുണ്ടല്ലോ, എനിക്ക് മാന്യമായ വരുമാനമുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് മറ്റൊരുത്തനെ ആശ്രയിക്കുന്നത്? ഞാൻ എന്തിനാണ് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നത്? ഞാൻ എന്തിനാണ് മറ്റൊരു കുടുംബത്തിൻ്റെ ഭാഗമാകുന്നത് എന്ന് ഇന്ന് പല പെൺകുട്ടികളും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ പെൺകുട്ടികളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള ഒരു കൂട്ടം ആളുകൾ രാവും പകലും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരാളെ നിനക്ക് കാണിച്ചു തരാൻ പറ്റുമോ? എല്ലാരും പറയും കല്യാണമല്ലേ, ജീവിതമല്ലേ, ഇച്ചിരിയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് വിട്ടുവീഴ്ചയൊക്കെ വേണമെന്ന്. ഈ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനാണെങ്കിൽ എന്തിനാണ് കഷ്ടപ്പെട്ട് ഒരാളുടെ വീട്ടിൽ പോയി അവന്റെ കൂടെ താമസിക്കുന്നത്? ഒറ്റയ്ക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിച്ചാൽ പോരെ? ഇവിടെ നോക്ക് എന്റെ ജീവിതത്തിൽ എനിക്കിപ്പോ അത്യാവശ്യം നല്ല സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ജോലിയുണ്ട്, നല്ല ശമ്പളവും കിട്ടുന്നുണ്ട്, പിന്നെ ഞാൻ നല്ല ചെറുപ്പമാ. എനിക്ക് ഈ രാജ്യത്തിന് വേണ്ടി തന്നെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഇതല്ലാതെ ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ പിള്ളേരെ ഉണ്ടാക്കിയില്ലെങ്കിൽ എനിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, കാരണം ഇവിടെ പോപ്പുലേഷൻ അത്ര ഇടുന്നുണ്ടോ. ഇനി പറ, ഞാൻ എന്തിന് കല്യാണം കഴിക്കണം? ഇനി പറ, ഞാൻ എന്തിന് വിവാഹം കഴിക്കണം? ഈ ഒരു ചോദ്യമാണ് നാസ്തിക വിഭാഗം ഇവിടെയുള്ള നമ്മുടെ പുതിയ കുട്ടികളോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തിന് വിവാഹം കഴിക്കണം? നിങ്ങൾ വിവാഹം കഴിച്ച് കുട്ടികൾ ഉണ്ടാക്കിയില്ല എന്ന് വെച്ച് ഈ രാജ്യത്തിന് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല, കാരണം ഇവിടെ അത്രമാത്രം പോപ്പുലേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള പുതിയ തലമുറയെ കൊണ്ട് ഇത്തരത്തിലുള്ള തീരുമാനം എടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത് ഇവിടെ ആവശ്യത്തിലധികം കുട്ടികളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾ ഉണ്ടാക്കിയില്ല എന്ന് വെച്ച് യാതൊരു കുഴപ്പമില്ല എന്ന്. നമ്മുടെ പുതിയ തലമുറയിലെ മഹാഭൂരിപക്ഷവും ഇത്തരം ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ, അഥവാ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ കുട്ടികളെ ഉണ്ടാക്കാനോ ആഗ്രഹിക്കുന്നില്ല, ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ പോപ്പുലേഷൻ ഉണ്ട് എന്ന് വിചാരിച്ചാൽ ഈ സമൂഹം എത്ര നാൾ ഇതുപോലെ മുന്നോട്ട് പോകും? ഇത്തരത്തിൽ തീരുമാനമെടുത്തിരിക്കുന്ന സഹോദരിമാർക്ക് മുന്നിൽ ഞാനൊരു വീഡിയോ കാണിച്ചു തരട്ടെ. എനിക്ക് ലൈഫിൽ മാരേജ് ഇസ് ഓൺലി എ ചോയ്സ്, സ്റ്റിൽ കമ്പൾഷൻ അല്ല. അത് വൺ ഓഫ് ദ മെനി ചോയ്സസ് ആണ്. ഇവരെ നിങ്ങൾക്കറിയാമല്ലോ, രഞ്ജിനി ഹരിദാസ്. ഇവരുടെ ഏകദേശം 25-30 വയസ്സിനിടയിൽ ഇവർ സംസാരിച്ചതാണ്. മാരേജ് എന്ന് പറയുന്നത് ഒരു ചോയ്സ്, പല ചോയ്സുകളിൽ ഒന്ന് മാത്രമാണ്, വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമുള്ള ഒരു കാര്യമല്ല എന്നായിരുന്നു അവർ ആ പ്രായത്തിൽ വിചാരിച്ചു വെച്ചിരുന്നത്. കാരണം ആ സമയത്ത് അവരുടെ കയ്യിൽ ധാരാളം പണമുണ്ട്. അപ്പോൾ ഇത്രമാത്രം സമ്പത്ത് എൻ്റെ കയ്യിലുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് വേറെ ഒരുത്തനെ ആശ്രയിക്കുന്നത്? ഞാൻ അടിച്ചു പൊളിച്ച് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ആ പ്രായത്തിൽ അവർ വിചാരിച്ചത്. ഇന്നിപ്പോൾ അവർ എന്താണ് പറയുന്നത് എന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. പട്ടിണൊക്കെ ജീവൻ എന്നൊക്കെ പറയില്ലേ, എനിക്കൊന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഐ ഫീൽ വെരി സ്ട്രെസ്ഡ്, ചുമ്മാ കൺഫ്യൂസ്, എന്താ നടക്കണേ, ലൈക്ക് ഒരു പേർപ്പസ് ഇല്ല ലൈഫിൽ. ദേ ഓൾവേസ് സേ യു ഷുഡ് ഹാവ് ഒരു ഇന്റൻഷൻ, ഒരു ഡെസ്റ്റിനേഷൻ. ഐ ഹാവ് നത്തിങ്. എനിക്കൊന്നുമില്ല. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. എനിക്ക് ഇത് ഐ തിങ്ക് ഇറ്റ്സ് ഐദർ ഡിപ്രഷൻ. ഒരു 40 വയസ്സിന് അപ്പുറത്തേക്ക് കടന്നപ്പോൾ രഞ്ജിനി ഹരിദാസിന്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ അവർ പറയുന്നത്, എനിക്ക് മുന്നോട്ട് നോക്കുന്ന സമയത്ത് എൻ്റെ മുന്നിൽ യാതൊന്നുമില്ല, നത്തിങ്, യാതൊന്നുമില്ലാത്ത അവസ്ഥ. ഞാൻ എന്തിന് ജീവിക്കണം? എൻ്റെ മുന്നിൽ യാതൊരു ലക്ഷ്യവുമില്ല, എൻ്റെ മുന്നിൽ യാതൊരു ജീവിതത്തിന് യാതൊരു പർപ്പസും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, വല്ലാത്തൊരു ഡിപ്രഷൻ അവർ അനുഭവിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഈ ഒരു തിരിച്ചറിവിലേക്ക് അവർ എത്തിയപ്പോഴേക്കും കുറച്ചെങ്കിലും വഴുകിപ്പോയിരിക്കുന്നു. കാരണം കഴിഞ്ഞു പോയ നമ്മുടെ വർഷങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ലല്ലോ. പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്, എനിക്കൊരു ജോലിയുണ്ട്, എൻ്റെ കയ്യിൽ സമ്പത്തുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് മറ്റൊരുത്തനെ ആശ്രയിക്കുന്നത്? പിന്നെ ഞാൻ എന്തിനാണ് മറ്റൊരു കുടുംബത്തിൻ്റെ ഭാഗമാകേണ്ടത് എന്നായിരിക്കുമല്ലോ നിങ്ങൾ വിചാരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്? എങ്ങനെ ജീവിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇങ്ങനെ ജോലി ചെയ്ത് കുറേ സമ്പത്തുണ്ടാക്കി ആ സമ്പത്ത് കൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? കുറേ കാഴ്ചകൾ കാണണമെന്നോ? അങ്ങനെ കുറേ കാഴ്ചകൾ കണ്ടതിനപ്പുറം പിന്നെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കുറേ ഭക്ഷണങ്ങൾ കഴിക്കണമെന്നോ? കുറേ രുചി വൈവിധ്യങ്ങൾ നിങ്ങൾ അനുഭവിക്കണമെന്നോ? അങ്ങനെയുള്ള രുചി വൈവിധ്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചതിന് ശേഷം പിന്നെ എന്താണുള്ളത്? നിങ്ങൾ സ്വയം ഒന്ന് വിചാരിക്കുക, എനിക്കൊരു 70 വയസ്സ് വരെ ആയുസ് ഉണ്ടാകുമെന്ന് വെറുതെ ഒന്ന് വിചാരിക്കുക. ഒരു പക്ഷേ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. നിങ്ങൾക്കിപ്പോൾ 70 വയസ്സ് വരെയാണ് ആയുസ് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങളുടെ 25 വയസ്സിൻ്റെ ആരോഗ്യമെല്ലാം നിങ്ങളുടെ 35 വയസ്സിൽ, 35 വയസ്സിലെ ആരോഗ്യവും ചിന്താഗതിയുമെല്ലാം നിങ്ങളുടെ 45 വയസ്സിൽ. അങ്ങനെ പ്രായം കൂടുന്തോറും ഒരുപക്ഷെ നിങ്ങളുടെ ചിന്താഗതിയും നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാടുകളിലുമൊക്കെ മാറ്റം സംഭവിക്കാം.
അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യബോധമില്ലായ്മ, ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ശൂന്യത നിങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തും. ആ സമയത്തായിരിക്കാം നിങ്ങൾ ഡിപ്രഷനിലാകുന്നതും പിന്നീട് നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ എന്തിനു പിന്നെ ജീവിക്കണം, ഈ ജീവിതത്തിനൊരു അർത്ഥമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം എന്നായിരിക്കും പിന്നീട് നിങ്ങളുടെ ചിന്താഗതിയിൽ വരുന്നത്. അവിടെയാണ് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പലരും കിടക്കുന്നത്. പ്രിയമുള്ള സഹോദരിമാരെ, ആണും പെണ്ണും തമ്മിലുള്ള അട്രാക്ഷൻ ഉണ്ടല്ലോ, അത് കേവലം സെക്സിന് വേണ്ടി മാത്രമുള്ള അട്രാക്ഷൻ അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പങ്കാളിയാണവൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇണയാണവൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കരുതലാണവൻ. അവരിൽ നിന്നാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഘട്ടം ആരംഭിക്കുന്നത്. അവരിൽ നിന്നാണ് നിങ്ങളുടെ പുതിയ പുതിയ സ്വപ്നങ്ങൾ ആരംഭിക്കുന്നത്. നിങ്ങളുടെ മക്കൾ ഉണ്ടാകുക, ആ മക്കളുടെ ഓരോ വളർച്ചയിലുമുള്ള സ്വപ്നങ്ങൾ, ആ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അതിലുള്ള ഒരു എൻഗേജ്മെൻറ്റ്, പിന്നീട് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവരുടെ ജോലി, അവരുടെ വിവാഹം, അങ്ങനെ തുടങ്ങി അവരുടെ പേരക്കുട്ടികൾ, അതിനോടൊപ്പം തന്നെ നമ്മുടെ വയസ്സും ഉയർന്നുകൊണ്ടിരിക്കും. ആ സമയത്തും നിങ്ങൾക്ക് പുതിയ പുതിയ സ്വപ്നങ്ങളായിരിക്കും. നിങ്ങളുടെ മക്കളെ പറ്റി, നിങ്ങളുടെ കുടുംബത്തെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ സ്വപ്നങ്ങളും ജീവിതത്തിൽ ലക്ഷ്യങ്ങളും ലക്ഷ്യബോധങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ജീവിതം ഒരു കുളിർമയുള്ള ജീവിതമായിരിക്കും. പക്ഷെ നിങ്ങളുടെ മുന്നിൽ യാതൊന്നുമില്ലാത്ത ശൂന്യതയിൽ എൻ്റെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് ഞാൻ ഇഷ്ടമുള്ളതുപോലെ ഇങ്ങനെ ജീവിച്ചു തീർക്കും എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ജീവിതം കുറച്ച് കഴിഞ്ഞാൽ അതൊരു മടുപ്പുളവാക്കുന്ന ഒരു ശൂന്യതയിലേക്കായിരിക്കും നിങ്ങളെ എത്തിക്കുന്നത്. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഒരുപക്ഷെ പരിഹാസ്യമായിട്ട് തോന്നിയേക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ 25 വയസ്സോ അല്ലെങ്കിൽ 30 വയസ്സിനോ ഇടയ്ക്ക് ഞാൻ വിവാഹം കഴിക്കുന്നില്ല, ഞാൻ എൻ്റെ സമ്പത്ത് കൊണ്ട് ഞാൻ ഒറ്റയാളായിക്കൊണ്ട് ജീവിക്കുമെന്ന് തീരുമാനിച്ച ഇവിടുത്തെ സഹോദരിമാരുണ്ടല്ലോ, ഒരു 50 വയസ്സൊക്കെ എത്തിയ അത്തരത്തിലുള്ള സ്ത്രീകളുമായിക്കൊണ്ട് നിങ്ങൾ ചെന്ന് ചോദിക്കുക, നിങ്ങളുടെ ജീവിതം ഇപ്പോൾ സംതൃപ്തിയിലാണോ, നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കുളിർമയിലാണോ എന്ന് നിങ്ങൾ അവരോട് ചോദിക്കുക. അവർ എന്ത് നേടി? ഇതുപോലെ തന്നെ വിവാഹം കഴിക്കാതെ മക്കളെ ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു 40 50 വയസ്സെത്തിയ സ്ത്രീകളോട് നിങ്ങളൊന്ന് സംസാരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നേടി, നിങ്ങൾ ഇനി എന്താണ് ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്നത് എന്ന് നിങ്ങൾ വെറുതെ ഒന്ന് അവരോട് സംസാരിക്കുക. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക, എനിക്കൊരു ഇണ വേണോ, ആ ഇണയിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ വേണോ, ആ കുട്ടികളുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ എനിക്ക് വേണോ, എനിക്കൊരു കുടുംബം വേണോ എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഇവിടെയുള്ള നാസ്തികർ എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ക്യാൻസറാണ്. ഇവിടുത്തെ പുതിയ തലമുറയുടെ ക്യാൻസറാണ് നാസ്തികർ എന്ന് പറയുന്നത്. ആ നാസ്തിക വലയിൽ ദയവ് ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ അകപ്പെട്ടു പോകരുത് എന്ന് വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിച്ച് അതിർവരമ്പുകൾ പാലിച്ച് ഒരു കൺകുളിർമയുള്ള ജീവിതം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം.